നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ്, അഹല്യ ഫൗണ്ടേഷൻ, കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കോട്ട സൗവർണിക ബാലികാ സദനത്തിൽ വീണ്ടുമൊരു മംഗല്യ പന്തലൊരുങ്ങി. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. വാർത്തകൾ വിശദമായി. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നവംബർ 12 തിങ്കളാഴ്ച മുതൽ 21 വ്യാഴാഴ്ച വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, സെന്റ് ഡോൺ ബോസ്കോ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ സജ്ജമാക്കുന്ന 8 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ അരങ്ങേറുക. ഉപജില്ലയിലെ 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5800-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. തിങ്കളാഴ്ച സ്റ്റേജ് തര മത്സരങ്ങളാണ് നടക്കുന്നത്. 19 രാവിലെ 9 ഗവൺമെന്റ് LP സ്കൂളിൽ ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ചാലക്കുടി AEO നിഷ PB പദ്ധതി വിശദീകരണം നടത്തും. സിനി ആർട്ടിസ്റ്റ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയാകും. 21 വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. കലോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തിയിരിക്കുന്നത്. ചാലക്കുടി ഉപജില്ലാ കലോത്സവം കൊടകരയിൽ അരങ്ങേറുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കുട്ടികളെ വരവേൽക്കാനായിട്ട് കൊടകര നഗരിയും അതുപോലെ തന്നെ ഓരോ സ്കൂളുകളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിൽ അതിൻ്റെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള എല്ലാ പ്രവർത്തകരും അതിനോടൊപ്പമുണ്ട്. പ്രചരണ കമ്മിറ്റി ചെയർമാനാണ് ബിന്ദു ടീച്ചർ. എല്ലാ തരത്തിലുമുള്ള റീൽസ് മത്സരങ്ങൾ, അതുപോലെ വിളംബര ജാഥ, അത് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പ്രോഗ്രാമിൻ്റെ ചെയർമാനും കൺവീനർമാരൊക്കെ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. അങ്ങനെ എല്ലാ മേഖലകളിലും ഇതിൻ്റെ സമസ്ത മേഖലകളിലുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. നാളെ കുട്ടികളെ വരവേൽക്കാനുള്ള സന്തോഷാധിക്യത്തോടു കൂടിയിട്ടാണ് കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും കൊടകര നഗരവും അധ്യാപകരും രക്ഷാകർത്താക്കളും ഒക്കെ സ്കൂളുകളും ഒക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ്, അഹല്യ ഫൗണ്ടേഷൻ, കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ 157ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്നു ക്യാമ്പ് നടത്തിയത്. എല്ലാ മാസത്തെയും 3ാമത്തെ ഞായറാഴ്ച ഇവരുടെ നേതൃത്വത്തിൽ ഇവിടെ ക്യാമ്പ് നടത്തി വരുന്നുണ്ട്. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പള്ളിയങ്കണത്തിൽ നടന്ന പ്രതിഷേധം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ സിബിൻ വാഴപ്പള്ളി, ജോയ് ചെമ്പകശ്ശേരി, ഫ്രാൻസിസ് മംഗലൻ, ജോസ് കോച്ചക്കാടൻ, വർഗീസ് തൊമ്മാന, വർഗീസ് കോമ്പാറക്കാരൻ, ജോളി തരൂക്കര, വർഗീസ് ചെരുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. കുറേ നാളുകളായി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും
കേൾക്കുന്ന ഒരു വലിയ രോദനമാണ് മുനമ്പം ജനതയ്ക്ക് നീതി വേണമെന്നുള്ളത്. അധ്വാനിച്ച് വിയർപ്പൊലുക്കി വാങ്ങിച്ച സ്ഥലത്ത് സ്വന്തം അധ്വാനത്താൽ പണിതുയർത്തിയ കിടപ്പാടങ്ങളെല്ലാം വിട്ടെഴിഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതം മറിച്ച് ഈ ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പേരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പോട്ട സൗവർണിക ബാലികാ സദനത്തിൽ വീണ്ടുമൊരു മംഗല്യപ്പന്തലൊരുങ്ങി. ഇവിടുത്തെ കുട്ടികളുടെ പ്രിയപ്പെട്ട അഞ്ജനയുടെ വിവാഹത്തിനായിട്ടാണ് മൂന്നാമതും കല്യാണപ്പന്തൽ ഒരുങ്ങിയത്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇവിടെ നടക്കുന്ന മൂന്നാമത്തെ വിവാഹ ചടങ്ങായിരുന്നു ഇത്. ബാലികാ സദനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇവിടെ എത്തിയ അഞ്ജനയെ ഒറ്റപ്പാലം മണിശ്ശേരി ആറംകുളം ചക്കമലയത്ത് ഉണ്ണികൃഷ്ണൻ്റെയും ഗീതയുടെയും മകൻ പ്രശാന്താണ് വിവാഹം കഴിച്ചത്. പോട്ട മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്. ക്ഷേത്രം മേൽശാന്തി അരൂർ സജീവ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വളരെ ചെറുപ്പത്തിൽ ബാലികാ സദനത്തിൽ എത്തി ഇവിടുത്തെ തണലിൽ അനാഥത്തെ അതിജീവിച്ചുകൊണ്ട് പഠിച്ച് ബിരുദാനന്തര ബിരുദത്തിന് ശേഷം ഇപ്പോൾ കേസരി വാരികയുടെ നേതൃത്വത്തിൽ കോഴിക്കോടുള്ള കോളേജിൽ ജേർണലിസം വിദ്യാർത്ഥിയാണ് അഞ്ജന. ആത്മവിശ്വാസത്തിൻ്റെ ചിറകിലേറി ഇവിടുത്തെ മറ്റു കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാനായി എപ്പോഴും മുന്നിലുണ്ടായിരുന്നു അഞ്ജന. വിവാഹത്തോടനുബന്ധിച്ച് 2 ദിവസമായി ബാലികാ സദനത്തിൽ ആഘോഷമായിരുന്നു. ചാലക്കുടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജഗദ്ഗുരു ട്രസ്റ്റിൻ്റെ അനുബന്ധമായി പോട്ട വ്യാസപുരത്ത് വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന് സമീപത്തായി പോട്ട ഗുരുജി ഗ്രാമസേവാ സമിതിയുടെ കീഴിലുള്ള സൗവർണിക ബാലികാ സദനത്തിൽ ഇപ്പോൾ 25ഓളം പെൺകുട്ടികളാണ് ഉള്ളത്. ചെറിയ കുട്ടികൾ മുതൽ നേഴ്സായി ജോലി നോക്കുന്ന കുട്ടികൾ വരെ ഇപ്പോൾ ഇവിടെയുണ്ട്. താലികെട്ടിനു ശേഷം ബാലികാ സദനത്തിൽ നടന്ന മറ്റു ചടങ്ങുകൾക്ക് പ്രസിഡന്റ് PG അരവിന്ദാക്ഷനും സെക്രട്ടറി KS രാജീവ് കുമാറും N കുമാരനും ബാലികാ സദനത്തിലെ കുട്ടികളുടെ അമ്മയായ സ്മിതയും നേതൃത്വം വഹിച്ചു. വധുവരന്മാരെ അനുഗ്രഹിക്കാനായി കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, മഹിളാ ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ, ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന സംഘടനാ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, മുതിർന്ന പ്രചാരകൻ CK ചന്ദ്രൻ, ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് റോഷ് കീഴാറ, ചാലക്കുടി ഖണ്ഡ് സംഘചാലകും ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാനുമായ G പത്മനാഭസ്വാമി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി MV രവി, ബാലിക വികാസ സമന്വയ സമിതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി R സജീവൻ, വിഭാഗ് സമ്പർക്ക പ്രമുഖ് KR ദേവദാസ്, സേവാ പ്രമുഖ് K കൃഷ്ണകുമാർ, ജില്ലാ കാര്യവാഹ് മനു മോഹൻ, ജില്ലാ പ്രചാരക് മഹേഷ് തുടങ്ങി സംഘത്തിൻ്റെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ ഒട്ടനവധി പ്രമുഖരും കാര്യകർത്താക്കളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. സംവരണം അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം അപലപനീയമാണെന്നും താൽക്കാലിക നിയമനങ്ങളും കരാർ നിയമനങ്ങളും അവസാനിപ്പിക്കണമെന്നും സാംബോ മഹാസഭ ഉദ്യോഗസ്ഥ റിട്ടയേർഡ് ഉദ്യോഗസ്ഥ ഫോറം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സാംബോ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു. ഫോറം ജില്ലാ പ്രസിഡന്റ് VS സോമസുന്ദരം അധ്യക്ഷത വഹിച്ചു. ഫോറം സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ പുതിയടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മഹാസഭ ജില്ലാ പ്രസിഡന്റ് NV സുബ്രൻ, ഫോറം ജില്ലാ സെക്രട്ടറി AK ബാലൻ, സുരേഷ് മംഗലൻ, VM സുബ്രൻ, KT വിനോദ്, ഭവാനി കുമാരൻ, MV വിനയൻ, കലാഭവൻ ജയൻ, PT സതീഷ് എന്നിവർ സംസാരിച്ചു. കൈയയച്ച് സഹായിച്ചതിൻ്റെ അന്ന് ഈ ഫോറും ഇല്ല. കൈയയച്ച് സഹായിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 83 മുതൽ കേരളത്തിലെ 13 ജില്ലകളിലും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥർ സംഘടിപ്പിക്കാൻ കാരണം പ്രമുഖമായിട്ടുള്ള സർവീസ് സംഘടനകളാണ് കേരളം. പ്രമുഖമായിട്ടുള്ള സർവീസ് സംഘടനകൾ കേരളത്തിലും ഉദ്യോഗസ്ഥന്മാരുണ്ട്, എല്ലാ വകുപ്പിലുമുണ്ട്. അത് എല്ലാ പാർട്ടികളുടെയും രാഷ്ട്രീയം അംഗീകരിച്ചുകൊണ്ട് ഉള്ള സർവീസ് സംഘടനകളാണ്. ഇത് നിലനിൽക്കുമ്പോൾ തന്നെ വിവിധ സമുദായ സംഘടനാ രംഗത്തും സർവീസ് സംഘടനകളുണ്ട്. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ ഓഡിറ്റ് വീടാണ് തകർന്നത്. ഞായറാഴ്ച രാവിലെ 10:30 സംഭവം.
ഉഷ പുറത്തേക്കിറങ്ങിയ സമയത്താണ് വീട് തകർന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, സൈമൺ നമ്പാടൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വടക്കഞ്ചേരി എങ്കക്കാട് അടച്ചിട്ട വീട് കുത്തി തുറന്ന് 15 പവൻ കവർന്ന സംഭവത്തിൽ 48 മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ. എങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസൻ, തമിഴ്നാട് സ്വദേശി ശിവ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ചയായിരുന്നു എങ്കക്കാട് സ്വദേശി കളത്തിൽ പറമ്പിൽ കുഞ്ഞാന്റെ അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് പ്രതികൾ കവർച്ച നടത്തിയത്. വടക്കഞ്ചേരി CI റിജിൻ M തോമസ്, SI അനുരാജ്, SCPO സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് 48 മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങളോ മറ്റോ ഇല്ലാതിരുന്ന കേസിൽ പ്രാദേശികമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ആനത്തടം കിണർ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ 12ാമത് ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി നടത്തി. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തെക്കുമുറി യുവജന സംഘം കൊപ്രക്കളം കിണർ ഷഷ്ടി കമ്മിറ്റി ഓഫീസിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് 7:30 ദീപാരാധനയും തുടർന്ന് അന്നദാനവും ഉണ്ടായി. നെടുമ്പാൾ ശ്രീ വിവേകാനന്ദ ശാസ്താംപാട്ട് സംഘത്തിന്റെ നേതൃത്വത്തിൽ ശാസ്താംപാട്ടും, ഇരിഞ്ഞാലക്കുട ശ്രീ ആദിശങ്കര കാവടി ചിന്തുപാട്ട് സംഘത്തിന്റെ ചിന്തുപാട്ടും ദേശവിളക്കിനോടനുബന്ധിച്ചുണ്ടായി. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,945 രൂപ, പവന് 55,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ്, അഹല്യ ഫൗണ്ടേഷൻ, കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കോട്ട സൗവർണിക ബാലികാ സദനത്തിൽ വീണ്ടുമൊരു മംഗല്യ പന്തലൊരുങ്ങി. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.